ഹലോ. അപ്പോൾ ഇന്ന് ഞങ്ങൾക്കൊരു ഫാമിലി ഫംഗ്ഷനുണ്ട്. കസിൻ്റെ മോൻ്റെ ബാപ്റ്റിസമാണ്. എനിക്ക് വർക്കിംഗ് ഡേ ആയിരുന്നുകൊണ്ട് പള്ളിയിൽ പോകാൻ പറ്റിയില്ല. അപ്പോൾ ഞങ്ങൾ നേരെ റെസ്റ്റോറൻറ്റിലേക്കാണ് പോകുന്നത്. മെമ്മറീസ് റെസ്റ്റോറൻറ്റിൽ വെച്ചിട്ടായിരുന്നു നമ്മുടെ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ അവിടെ ചെന്നു. നല്ല അടിപൊളിയൊരു അറ്റ്മോസ്ഫിയറാണ്, നല്ല ആംബിയൻസ് ആണ് കേട്ടോ. ഒരു റിവറിൻ്റെ സൈഡിലൊക്കെയാണ് ഈ റെസ്റ്റോറൻറ്റ്. അപ്പോൾ റിവറിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഹാളുണ്ട്. അവിടേക്കാണ് ഞങ്ങൾ ചെന്നപ്പോൾ തന്നെ കസിൻസിനെയൊക്കെ കണ്ടു, അവരോടൊക്കെ സംസാരിച്ചു. അപ്പോൾ ഈ മാമോദീസ നടത്താൻ വേണ്ടി അവർ ഗൾഫിൽ നിന്ന് വന്നതാണ്. അവിടെ ലൈവ് ബാൻഡൊക്കെ ഉണ്ടായിരുന്നു, നല്ല പെർഫോമൻസ് ആയിരുന്നു അവിടെ. എന്നിട്ട് പതുക്കെ പിള്ളേരെല്ലാം കൂടെ ഓടി കളിക്കാൻ തുടങ്ങി. എല്ലാം ഫോണിലിരിക്കുമായിരുന്നു, ഗെയിമിൻ്റെ കാര്യം എന്തൊക്കെയോ പറയുമായിരുന്നു. ഞാൻ ചെന്നിട്ട് പറഞ്ഞു, കുറേ നാളുകൂടി കാണുന്നതല്ലേ, എല്ലാവരും ഓടി നടക്കാൻ സംസാരിക്കാൻ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എല്ലാം കൂടി പതുക്കെ ഇറങ്ങിയത്. പിന്നെ ഞങ്ങളുടെ എന്ത് പരിപാടി നടന്നാലും ഞങ്ങൾ വരുന്ന പാട്ടുകാർക്ക് അധികം പണി കൊടുക്കാറില്ല. കാര്യം കുറച്ച് കഴിയുമ്പോൾ മൈക്ക് ഞങ്ങളങ്ങ് വാങ്ങിക്കും. പിന്നെ ഞങ്ങളുടേതായിട്ടുള്ള പാട്ടുകളും പരിപാടിയൊക്കെ. വലിയ പാട്ടുകാരൊന്നും ഇല്ല, എല്ലാവരും അബുദാബിയിലൊക്കെ ആയതിലും ഒത്തിരി കലാകാരന്മാരും ഒത്തിരി കസിൻസും ഒക്കെ എൻ്റെ ഫാമിലിയിലുണ്ട്. അവരെല്ലാവരും മിസ് ചെയ്യുന്നുണ്ട് ശരിക്കും. പിന്നെ കഴിക്കുക എന്നുള്ളൊരു പരിപാടി ബാക്കി ആയതുകൊണ്ട് മൈക്ക് വിട്ട് കൊടുത്ത് ഞങ്ങൾ പതുക്കെ ഫുഡിലേക്ക് ഇറങ്ങി. കഴിച്ചിട്ട് ഞാൻ പിള്ളേരുടെ കൂടെയൊക്കെ ഫോട്ടോ എടുത്തു. പിന്നെ അങ്കിൾമാരും ആൻറ്റിമാരും ഒക്കെ ആയിട്ട് സംസാരിച്ച് പിന്നെ പാപ്പച്ചായനുമായിട്ട് ഒരു രാഷ്ട്രീയ സംവാദം നടത്തി. ഞങ്ങൾ ഓപ്പോസിറ്റ് വിശ്വാസമുള്ള പാർട്ടിക്കാരാണ്, അതുകൊണ്ട് വെറുതെ പാപ്പച്ചായൻ കാണുമ്പം ഒരു രസമാണ് ഇങ്ങനെ ഒന്ന് ഇളക്കി വഴക്ക് പിടിക്കാനായിട്ട്. പിന്നെ എല്ലാവരും ഓരോ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ പറഞ്ഞു, കുറേ ചിരിച്ചു. എല്ലാവരും പിന്നെ പതുക്കെ പോകാനുള്ള തിരക്കൊക്കെ തുടങ്ങി. ഈ ഒരു ലൊക്കേഷനിലാണ് കേട്ടോ ഞങ്ങളുടെ പ്രോഗ്രാം നടന്നത്. നല്ലൊരു പുഴയുടെ ഭംഗി, അതിൻ്റെ തീരത്തെ ഒരു സൗന്ദര്യവും നല്ലൊരു കാം അറ്റ്മോസ്ഫിയർ, ഫാമിലി ആയിട്ട് ഒത്തുകൂടാൻ പറ്റിയ ഒരു റെസ്റ്റോറൻറ്റാണ്. ഞങ്ങളുടെ കസിൻസ് വീണ്ടും പോകാനായിട്ട് വേണ്ടിയായിട്ട് സംസാരിച്ചത് എൻ്റെ സോമ ചേച്ചിയും ചാക്കോച്ചനുമാണ്. ഉച്ചയ്ക്ക് തൊട്ട് ഞങ്ങൾ ഭയങ്കര ഫ്രണ്ട്സാണ്. ഫോട്ടോസൊക്കെ നോക്കുമ്പോൾ ഞാൻ ഓർക്കുമായിരുന്നേ, നമുക്ക് എന്ത് പ്രശ്നം വന്നാലും നമ്മുടെ കൂടെ നിൽക്കുന്ന കുറച്ച് പേര് എന്ന് എടുത്ത് പറയാനായിട്ട് നമുക്ക് നമ്മുടെ ക്ലോസ് ആയിട്ടുള്ള ഇവരൊക്കെ ഉണ്ടാവുള്ളൂ. ഐ ലവ് മൈ ഫാമിലി.